എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ 1737ാമത് വെബിനാറാണ് ഇന്ന് മലയാളം സെഷനിൽ നടക്കുന്നത്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ജെയിംസ് പോൾ ആണ്. സാറ് ഗവൺമെന്റ് സർവീസിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ, ഗവൺമെന്റ് സർവീസിൽ നിന്നും ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്തു. ഡിസീസ് ഡയഗ്നോസിസിൽ പ്രാവീണ്യം തെളിയിച്ചു കൊണ്ടേയിരിക്കുന്ന ഡോക്ടറാണ്. ഇന്നും സാറ് വ്യത്യസ്തമായ ഒരു വിഷയമാണ് ബോധാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അത് പെട്ടെന്നൊന്നും ആർക്കും അത്ര ഈസിയായി ഗ്രഹിക്കാൻ പറ്റിയ അല്ലെങ്കിൽ എടുക്കുന്ന ഒരു വിഷയമല്ല. സാറ് എന്തായാലും വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സാറിന്റെ ഇന്നത്തെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര എല്ലാവർക്കും നമസ്കാരം. നന്ദി. കഴിയില്ല സാറേ. അപ്പോൾ ഇന്നത്തെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ വളരെ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ജെയിംസ് പോൾ സാറിനെ ക്ഷണിക്കുകയാണ്. ക്ലാസ് തുടങ്ങും. കേൾക്കാം, കാണാം. എല്ലാവർക്കും നമസ്കാരം. അത് വ്യത്യസ്തമായ ഒരു വിഷയമാണ്. എങ്കിലും നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ മിക്കവാറും നമ്മൾ കണ്ടുമുട്ടുന്ന പല സാഹചര്യങ്ങളാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. വേരിയേഷൻ ഓഫ് കോൺഷ്യസ്നെസ്. അപ്പം മനസ്സിന്റെ ഒരവസ്ഥയാണ് കോൺഷ്യസ്നെസ്. അപ്പൊ അതിന് വേരിയേഷൻസ് ഉണ്ട്, പല വേരിയേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട വേരിയേഷൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം മൈൻഡിന് വരുന്ന വേരിയേഷനാണ്. ഇപ്പോൾ ഒരു ന്യായമായിട്ടും ഒരു ചോദ്യം ഉദിക്കുന്നു, വാട്ട് ഈസ് മൈൻഡ്? ഇവിടെ സൈക്കോളജിക്കലായിട്ട് കുറെ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. സൈക്കോളജിസ്റ്റുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പം മൈൻഡ്, അത് മെറ്റീരിയലിസ്റ്റിക് വ്യൂവില് ഹയസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് മാറ്റർ. ഇപ്പം അതേസമയത്ത് ആത്മീയവാദികൾ അവർ പറയും ഇറ്റ്സ് എ പ്രഷ്യസ് ഗിഫ്റ്റ് ഫോർ ദി ഹ്യൂമൻ ബീയിങ് ഫ്രം ദ ഗോഡ്. അതാണ് നമ്മുടെ മനസ്സ് എന്ന് ആത്മീയവാദികൾ. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ആ മാറ്റർ എന്നുദ്ദേശിക്കുന്ന ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലമേ മനസ്സിന് സാങ്കത്യമുള്ളൂ. ജീവൻ പോയി കഴിഞ്ഞാൽ അവിടെ മനസ്സില്ല. അവിടെ മനസ്സിന് വേരിയേഷൻസ് ഒന്നുമില്ലാത്ത ഒരവസ്ഥ, ശൂന്യത. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് വ്യൂ ഉള്ളവർ അങ്ങനെയാണ് പറയുന്നത്. മെറ്റീരിയൽ ഇല്ലെങ്കിൽ അതിന്റെ മറ്റ് സാധ്യതകളൊന്നും ഇല്ലല്ലോ. അപ്പം മൂന്നാമതൊരു വശമുണ്ട്. നമ്മുടെ മനുഷ്യരീരം എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സ്പിരിച്വൽ. ഇത് മൂന്നും ഒത്തുചേരുന്നതാണ് ഒരു മനുഷ്യൻ. ഏതായാലും കോൺഷ്യസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ മൈൻഡ് അതാണെങ്കിൽ ആ മൈൻഡിന്റെ കോൺഷ്യസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവയർനെസ് ഓഫ് സെൽഫ്, നമ്മളെ തന്നെ ഉള്ള ഒരു ബോധ്യം, ആൻഡ് സറൗണ്ടിങ്സ് ആൻഡ് റെസ്പോണ്ട് ടു ദ സ്റ്റിമുലി. ആ ഒരു അവസ്ഥയ്ക്കാണ് കോൺഷ്യസ് എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ഇനിഷ്യേറ്റീവ് അവർ കൊഗ്നിറ്റീവ് അബിലിറ്റി, അതായത് ചിന്തിക്കാനും റീസൺ ചെയ്യുവാനും ഇമാജിൻ ചെയ്യാനും ഉള്ള ആ കഴിവുകളെ ഉത്തേജിപ്പിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കൂടിയുള്ള കഴിവാണ് കോൺഷ്യസ്. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ കോൺഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഏതെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് വേരിയേഷനായി. അപ്പൊ ഡെഫിനിഷൻ അവയർനെസ് ഓഫ് സെൽഫ് ആൻഡ് സറൗണ്ടിങ്സ് ആൻഡ് റെസ്പോണ്ട് ടു ദ സ്റ്റിമുലി. ഇത്രയും ഉണ്ടെങ്കിൽ ബോധാവസ്ഥ. ഓക്കെ, അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ബോധം നിലനിർത്തുന്നത് എങ്ങനെയാണ്? ഈ ടേബിൾ ടോപ്പ് കമ്പ്യൂട്ടറിൽ ഒരു ചെറിയ ബട്ടൺ ബാറ്ററി ഉണ്ട്. ലാപ്ടോപ്പിൽ അതില്ല. ലാപ്ടോപ്പിൽ ഒരു ബാറ്ററി ഉള്ളു, അതാണ് എല്ലാ കാര്യവും നോക്കുന്നത്. പക്ഷെ ടേബിൾ ടോപ്പിന് അത് അനിവാര്യമാണ്, ഈ ബട്ടൺ ബാറ്ററി.
കാരണം മെയിൻ കണക്ഷൻ, അതായത് ഇലക്ട്രിസിറ്റി വിച്ഛേദിച്ചാലും അതിൻ്റെ ഇൻഫോർമേഷൻസും ഡാറ്റാസും എല്ലാം സ്റ്റോർ ചെയ്യപ്പെടണമെങ്കിൽ ഇത് വേണം. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബോധാവസ്ഥയിലും അബോധാവസ്ഥയിലും ഉറക്കത്തിലും ഇതിൻ്റെ ക്വാളിറ്റി നിലനിർത്തുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു നെറ്റ്വർക്കുണ്ട്. അത് അസെൻഡിങ് റെറ്റിക്കുലാർ ആക്ടിവേഷൻ സിസ്റ്റം എന്നാണ് എനിക്ക് പറയുന്നത്. ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ ബോധാവസ്ഥയെ നിലനിർത്തുന്നത്. ഓക്കെ, അസെൻഡിങ് റെറ്റിക്കുലാർ മീൻസ് നെറ്റ്വർക്ക് എന്നുള്ളത്. അപ്പൊ അസെൻഡിങ് നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക് ആ സിസ്റ്റമാണ് നമ്മുടെ ബോധാവസ്ഥയെ നിലനിർത്തുന്നത്. ഇനി ഇത് വേരിയേഷൻസ് സംഭവിക്കുന്ന എങ്ങനെയൊക്കെ? ഒന്ന് ഡിഫ്യൂസ്ഡ് ആണ്. ഡിഫ്യൂസ്ഡ്, അതായത് ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു ഡിഫ്യൂസ്ഡ് ഇഫക്റ്റ്. ഡിഫ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു തുള്ളി മഷി, നീലയാകട്ടെ പച്ചയാകട്ടെ ചുമലയാകട്ടെ, ഒരു തുള്ളി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത് വ്യാപിക്കുന്നു. പക്ഷെ അത് ഏതറ്റം വരെ വ്യാപിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം there is no demarcation. അത് ചിലപ്പോൾ ഇങ്ങനെ നൂല് പോലെ ഇട്ടുകാലി വല പോലെ ഇങ്ങനെ നീണ്ട് ചിലത് ഒരു പക്ഷേ ഗ്ലാസിന്റെ അടിയറ്റം വരെ എത്താം, ബാക്കി പകുതി വരെ എത്താം, കുറച്ച് മുക്കാൽ ഭാഗം എത്താം. അതുകൊണ്ടാണ് ഡിഫ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ there is no demarcation എന്ന് പറഞ്ഞ പോലെ ബ്രെയിനിനെ ഡിഫ്യൂസ് ചെയ്ത് ബാധിക്കുന്ന ഒരവസ്ഥ, ഡിഫ്യൂസ് ഇഫക്റ്റ് ഓർ സം അതർ പാത്തോളജി. ഇനി ഡയറക്റ്റ് ഇഫക്റ്റ്, അത് ട്യൂമേഴ്സ്, ട്രോമ, ഈ കാരണങ്ങളാൽ ഡയറക്റ്റ് ആയിട്ട് ബ്രെയിനിനെ ബാധിക്കുമ്പോഴും നമ്മുടെ ബുദ്ധിക്ക് വേരിയേഷൻ സംഭവിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആക്ടിവേറ്റിംഗ് റെറ്റിക്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം ബ്രെയിനിന് ഏതെങ്കിലും വിധത്തിൽ ഒരു ട്രോമാറ്റിക് ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രഷർ ഇഫക്റ്റ് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന് വ്യത്യാസം വരും. അതായത് ബോധാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. മൂന്നാമത്തത് ഇൻഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ അവിടെയും സമ്മർദ്ദമാണ്, പ്രഷറാണ് ബ്രെയിനിലേക്ക് ചെല്ലുന്നത്. ഇപ്പൊ സാധാരണയിൽ വിത്തിൻ ദ ക്രേനിയം, അതല്ലെങ്കിൽ ഈ മെനിഞ്ചസിന്റെ പുറത്ത്, ബ്രെയിൻ മാറ്ററിന്റെ പുറത്ത് ഏതെങ്കിലും ഗ്രോത്തോ സമ്മർദ്ദമോ ലീഷൻസോ ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് ഇൻഡയറക്റ്റ് ഇഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം 3 തരത്തിലാണ് ഇതിന്റെ വേരിയേഷൻസ് സംഭവിക്കുന്നത്. ഇനി ഏതെല്ലാമാണ് വേരിയേഷൻ സാധാരണ കാണുന്നത്? ഒന്ന് കൺഫ്യൂഷൻ, രണ്ടാമത് ഡ്രൗസിനെസ്, ഡെലീരിയം, സ്റ്റൂപ്പർ ആൻഡ് കോമ. ഇതെല്ലാം നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതും ബോധ്യപ്പെട്ടിട്ടുള്ള മനസ്സിന്റെ വേരിയേഷൻ, വേരിയേറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. കൺഫ്യൂഷൻ, അതല്ലെങ്കിൽ ക്ലൗഡിനെസ്, അതൊരു അബ്നോർമൽ മെന്റൽ ആൻഡ് ബിഹേവിയറൽ സ്റ്റേറ്റ്. അതാണ് കൺഫ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നോർമൽ അല്ലാതെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു മെന്റൽ അവസ്ഥ, അവിടെ ബിഹേവിയറിനും വ്യത്യാസം വരും. അതേപോലെ തന്നെ ഇന്നബിലിറ്റി ടു തിങ്ക്, അഥവാ അയാൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ ഇമാജിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് വെർബലായിട്ട് പുറത്തു വരാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ കൊഗ്നിറ്റീവ് എബിലിറ്റീസ്, അതിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ. കൊഗ്നിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് റീസണിങ്, ഇമാജിനേഷൻ, പെർസെപ്ഷൻ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ. ദെൻ അൺഅവെയർ ഓഫ് സറൗണ്ടിങ്സ്. നേരത്തെ പറഞ്ഞ ബോധാവസ്ഥ എന്ന് പറഞ്ഞാൽ സെൽഫ് ആൻഡ് സറൗണ്ടിങ്സിനെ കുറിച്ചുള്ള അവയർനെസ്. ഇവിടെ ആ സറൗണ്ടിങ്സിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ ഡിസോർഡർ ഇൻ ടൈം ആൻഡ് പ്ലേസ്, സമയവും സ്ഥലവും അല്ലെങ്കിൽ ഡയറക്ഷനും ഒക്കെ ബോധ്യപ്പെടാൻ, അതല്ലെങ്കിൽ വ്യവച്ഛേദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും.
ഒരു രണ്ടുപേര് തമ്മിൽ സംസാരിച്ച് നിൽക്കുകയാണെങ്കിൽ കഴിയുന്നതും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. അതായത് ഈ ഇങ്ങനെയുള്ള ആൾ, കൺഫ്യൂഷൻ ഉള്ള ആള് റിലക്റ്റൻ ടു കണ്ടിന്യൂ ദ സ്പീച്ച്, ഇടയ്ക്ക് വെച്ച് നിർത്തുകയോ അല്ലെങ്കിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയോ അവിടെ നിന്ന് മുമ്പോച്ച്. അപ്പൊ ഇത്രയും സിംറ്റംസ് ആണ് കൺഫ്യൂഷൻ അനുഭവിക്കുന്ന ഒരു പേഷ്യന്റിൽ നിന്ന് നമുക്ക് എലിസിറ്റ് ചെയ്യാവുന്ന സിംറ്റംസ്. ഈ കൺഫ്യൂഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വേർതിരിച്ചെടുക്കാം. ഒന്ന് ഡിമെൻഷ്യ, രണ്ടാമത് ഡെലീറിയം. ഡിമെൻഷ്യ നമുക്കറിയാമല്ലോ, ഈ പറഞ്ഞ പല സംഗതികളും ഡിമെൻഷ്യയിൽ ഉള്ളതാണ്. അതൊരു അക്വേർഡ് ഡിറ്റീരിയേഷൻ ഓഫ് മെന്റൽ കപ്പാസിറ്റി. അത് അക്വേർഡാണ്, ജനിക്കുമ്പോഴേ ഉള്ളതല്ല. ഡെലീറിയം എന്ന് പറയുന്നത് ഈ പറഞ്ഞതും അത് കൂടാതെ ഒരു മെന്റൽ അജിറ്റേഷൻ, ട്രെമർ, അലൂസിനേഷൻ ആൻഡ് ഇല്യൂഷൻ, ഇത്രയും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് ഡെലീറിയമായി. ദെൻ ഡ്രൗസിനെസ്. നമ്മൾ 2, 4, 5 അവസ്ഥകൾ പറഞ്ഞു. ഡ്രൗസിനെസ് ആണ് അടുത്തത്. ഈ ഡ്രൗസിനെസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ഷീണം അല്ലെങ്കിൽ ടയർസം അതല്ല, അതിനേക്കാൾ ഒരു ഡിഗ്രി കൂടുതലാണ്. കാരണം ഇത് ഒരു സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ സിമിലർ ടു സ്ലീപ്പ് എന്ന് വേണേൽ പറയാം. പക്ഷേ അവരെ സാധാരണ ഒരു വെർബൽ സ്റ്റിമുലയെ കൊണ്ട് എറൗസ് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ ടാക്ടൈൽ സ്റ്റിമുലയെ കൊണ്ടും എറൈസ് ചെയ്യാൻ പറ്റില്ല. He can answer to the question, few questions. 1-2 ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പോൾ ഒന്നല്ലേ കണ്ണടച്ച് അല്ലെ കണ്ണ് തുറന്ന്, കണ്ണ് വേറെ നമ്മളെ ശ്രദ്ധിക്കുന്നതായിരിക്കില്ല, വേറെ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ട് ആൻസർ കറക്റ്റ് ആയിട്ട് പറയും. അതും മിനിമം 2-3 ക്വസ്റ്റ്യന് ആൻസർ പറയും, വീണ്ടും ആ സ്ലീപ്പിലേക്ക് പോകും. ആ ഒരു അവസ്ഥയുള്ള നമ്മുടെ വലിയൊരു റെമഡിയാണ് ആർണിക്ക. ഇപ്പൊ ഏത് കണ്ടീഷനാണെങ്കിലും ശരി, ഡ്രൗസിനെസ് അതല്ലെങ്കിൽ ഒരു കോമാറ്റോസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരവസ്ഥയിൽ ഈ ഒരു സിംറ്റം വരുന്നു, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് 2-3 ചോദ്യങ്ങൾക്ക് ആൻസർ പറയും, കൃത്യമായിട്ട് പറയും, വീണ്ടും അബോധാവസ്ഥയിലേക്കോ സെമി കോൺഷ്യസിലേക്കോ പോകുന്ന അതിന് വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി ഈസ് ആർണിക്ക. ദെൻ സ്റ്റൂപ്പർ. എറൗസ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ, ഒരു സ്റ്റേറ്റ് ഓഫ് സ്ലീപ്പ് തന്നെ, പക്ഷെ ഒരു തരത്തിലും എറൗസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഒരു ലെസർ ഡിഗ്രി ഓഫ് കോമ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ക്യാൻ എറൗസ് വിത്ത് വിഗറസ് ഓർ പെയിൻഫുൾ സ്റ്റിമുലൈ. ഹി ഓപ്പൺ ദ ഐസ്, ബട്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള വിഷൻ അതല്ലെങ്കിൽ പെർസെപ്ഷൻ ആകെ കിട്ടുന്നില്ല. അത് ആ സ്റ്റൂപ്പറിന്റെ ഒരു പ്രത്യേകതയാണ്. കൊമറ്റോ, ഒരു സെമി കൊമറ്റോസ് അല്ലെങ്കിൽ കോമ ലൈക്ക് സ്റ്റേറ്റ്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു എറൗസ് ഈവൻ ordinary stimuli, that means verbal or tactile, but can arouse with vigorous or painful stimuli. Then coma. Deep sleep-like state cannot arouse but any stimuli. പെയിൻഫുൾ ആണെങ്കിലും ശരി, വിഗറസ് ആണെങ്കിലും ഒരു സ്റ്റിമുലൈ കൊണ്ടുപോലും എറൗസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ് ആണ് കൊമ ഓർ കൊമറ്റോസ് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കോസസ് നമുക്കറിയാവുന്നതാണ്. ഹെഡ് ഇഞ്ചുറി, പോസ്റ്റ് ഇക്ടറൽ സ്റ്റേറ്റ്, അതായത് മഞ്ഞപ്പിത്തം കൂടി ബ്രെയിനിലെ ബാധിച്ച് ഏതായാലും സുഖമായാലും കൊമറ്റോസ് സ്റ്റേജിൽ കിടക്കുന്ന ഒരാളുടെ സ്ഥിതിയായിരിക്കും അത്. അതാണ് പോസ്റ്റ് ഇക്ടറൽ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്.
Then intracranial lesions. Intoxication. ഡ്രഗ്സോ ആൽക്കഹോളോ ആയിട്ട് ഉള്ള ഇൻടോക്സിക്കേഷൻ. Then metabolic causes. അറിയാം, ഹൈപ്പോഗ്ലൈസേമിയ അല്ലെങ്കിൽ യൂറേമിയ, അസിഡോസിസ്, ആ കണ്ടീഷൻസിലേക്കെല്ലാം കൊമറ്റോസ് സ്റ്റേറ്റിലേക്ക് പേഷ്യന്റ് പോകുന്നത്. Then വെർണിക്സ് എൻകഫലോപ്പതി. അത് വൈറ്റമിൻ തയാമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. തയാമിന് ഇത്രയും പവർ ഉണ്ടെന്നുള്ളത് ഒരുപക്ഷെ നമ്മളാരും ഗ്രഹിച്ചിട്ടുണ്ടാകുകയില്ല. പക്ഷെ ഇപ്പോഴത്തെ ആ ഭക്ഷണ രീതിയിൽ അതിന്റെ ഡെഫിഷ്യൻസി വളരെ കുറവായത് കൊണ്ടാകാം ആ ഒരവസ്ഥയിലേക്ക് ഇതുവരെ കണ്ടിട്ടില്ല. മുൻകാലത്തെല്ലാം അത് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. മോഡേൺ ലൈഫിൽ ഈ തയാമിന്റെ ഡെഫിഷ്യൻസി കാണുന്നില്ല. Then endocrine diseases, ഇൻഫെക്ഷൻ, മെനിഞ്ചൈറ്റിസ്, എൻകഫലൈറ്റിസ്, അങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൊണ്ട്, ബ്രെയിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ കൊണ്ടും ഈ കോമ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ദെൻ വാസ്കുലർ മീൻസ് ഇൻഫാക്റ്റ്, എക്സ്പെഷ്യലി മൾട്ടിപ്പിൾ ഇൻഫാക്റ്റ്. ഒന്നോ രണ്ടോ ചെറിയ ഇൻഫാക്റ്റ് ബ്രെയിനിൽ ഉണ്ടായതുകൊണ്ട് കൊമറ്റോസ് സ്റ്റേറ്റിലേക്ക് പോകുന്നില്ല. മൾട്ടിപ്പിൾ ഇൻഫാക്റ്റ് ഉണ്ടാകുകയും ചെറിയ സ്മോൾ വെസൽസ് ഡീജനറേറ്റീവ്സ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നത് എംബോളിസം, ബ്ലീഡിങ്ങും മറ്റു കാരണങ്ങളെ ഇൻഫാക്റ്റ് കൂടെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കൊമാറ്റോസ് സ്റ്റേജിൽ അത് മൾട്ടിപ്പിൾ ഇൻഫാക്ട്സ്. ദെൻ ഹൈപ്പോക്സിയ. ദെൻ സൈക്കോജനിക് പ്രോസസ്, ദാറ്റ് ഈസ് സൂഡോകോമ എന്ന് വേണമെങ്കിൽ പറയും. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഒരു പേഷ്യന്റ് കൊമാറ്റോസ് സ്റ്റേജിലേക്ക് പോവാം. ഇപ്പൊ ചിലപ്പോഴെങ്കിലും നമ്മൾ ഹൗസ് കോളൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് ഒരാൾ അബോധാവസ്ഥയിലേക്ക് പോയി, അല്ലെങ്കിൽ അവിടെ കോൾഡ് സ്വെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഹോട്ട് സ്വെറ്റ് ഉണ്ട്, കണ്ണ് തുറന്നിരിക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു, ശ്വാസഗതി റാപ്പിഡാണ്, ചിലർക്ക് ഷാലോ റെസ്പിറേഷൻ. ഈ ഒരു അവസ്ഥയൊക്കെ നമുക്ക് എങ്ങനെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു ഡയഗ്നോസിലേക്ക് എത്താം. അപ്പൊ അത് ഒരു അതിന്റെ പ്രോഗ്നോസിസ് ബാഡാണോ അതല്ലെങ്കിൽ ഹോപ്പ്ഫുൾ ആണോ, ഇതൊക്കെ നമ്മൾ പോയി പരിശോധിച്ചതിന് ശേഷം ചോദിക്കുക, എങ്ങനെയാണ് ഡോക്ടറെ കൊണ്ടുപോകണോ, അതല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഗാസ്പിംഗ് സ്റ്റേജിലേക്കാണോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. നമ്മുടെ അവതാരക നേരത്തെ തന്നെ പറഞ്ഞു, പേര് കേട്ടപ്പോൾ തന്നെ വളരെ ടഫാണ്, മൊണോട്ടണസ് സബ്ജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും കുറച്ച് മൊണോട്ടണസ് ആണെങ്കിൽ പോലും നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇത് കൂടുതൽ റെഫർ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് കൂടുതൽ ഹൃദ്യസ്ഥമാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ആദ്യം തന്നെ മുന്നോട്ട് വെക്കുക. ഇപ്പൊ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, ഞാൻ നേരത്തെ പറഞ്ഞ സൂഡോകോമ. സൂഡോ മീൻസ് ഏതെങ്കിലും ഹിസ്റ്റീരിക്കോ അല്ലെങ്കിൽ മറ്റ് സൈക്കോജനിക് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാവുന്നതാണ് സൂഡോ കോമ എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ പേഷ്യന്റ് കണ്ണ് ഇറുക്കി അടച്ചിരിക്കും, ഒരു വിധത്തിലും തുറക്കാൻ അനുവദിക്കില്ല. അഥവാ തുറന്നിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ബ്ലിങ്ങിക്കൊണ്ടിരിക്കും, സ്റ്റെയറിംഗ് ലുക്കായിരിക്കും, ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് മാത്രം കണ്ണ് തുറന്ന് വീഴ്ച നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കൂടെ കണ്ണ് അടച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് സൂഡോ ആണോ ശരിയാണോ എന്ന് അറിയാനായിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, നല്ല ഐസി കോൾഡ് ആയിട്ടുള്ള ഒരു 3-4 തുള്ളി തല ചരിച്ചിട്ട് ചെവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നിക്ടാസ്മസ് ഉണ്ടാവും, അതായത് കണ്ണിന്റെ ഓട്ടം. അതായത് ഏത് ചെവിയിൽ ഒഴിക്കുന്നോ അതിന്റെ എതിർ ദിശയിലേക്ക് കണ്ണിങ്ങനെ ചലിക്കുകയാണെങ്കിൽ അത് സൂഡോകോമ. ചലനമൊന്നും ഇല്ലെങ്കിൽ അത് യഥാർത്ഥ കോമ. ഓക്കെ. ദെൻ സ്ലീപ്പ്. സ്ലീപ്പ് നമുക്കറിയാം, എങ്കിലും ഒരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. എന്താണ്? മെന്റൽ ആൻഡ് ഫിസിക്കൽ inactivity or a state of mental and physical inactivity, that is sleep, normal sleep.
Then locked in syndrome. Locked അതിൽ തന്നെ സെൽഫ് ആൻസർ ആണ്. ലോക്ക്ഡ് സൈലന്റ് ആയിരിക്കും പേഷ്യൻ. ഒരു പക്ഷേ നമുക്ക് എവേക്ക്ഫുൾ ആയിട്ട് നമുക്ക് തോന്നാം, കണ്ണ് തുറന്നിരിക്കും, പക്ഷെ ഒന്നും മിണ്ടുകയില്ല, പിന്നെ ഒന്നിനും റെസ്പോണ്ട് ചെയ്യാത്ത ഒരവസ്ഥയാണ് ലോക്ക്ഡ് ഇൻ സിൻഡ്രോം. അതും ഒരു പക്ഷേ ഈ സൂഡോ ആയിട്ട് മാറുന്നുണ്ട്. ചില സമയത്ത് അതിൻ്റെ പാത്തോളജി ബേസും ഉണ്ടാകാം. അതായത് പാർഷ്യൽ എഫക്റ്റ് ഓഫ് ബ്രെയിൻ സ്റ്റെം. സ്റ്റെം എന്ന് ഉദ്ദേശിക്കുന്നത് മെഡുല, പോൺസ് ആൻഡ് മിഡ് ബ്രെയിൻ. ഇതിൻ്റെ മൂന്നിൻ്റെയും അച്ചുതണ്ടാണ് ബ്രെയിൻ സ്റ്റെം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പാർഷ്യലായിട്ട് ഏതെങ്കിലും വിധത്തിൽ ലീഷൻ അതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സെയിം കണ്ടീഷൻ വരാം. Then Guillain-Barré syndrome. Guillain-Barré syndrome പേഷ്യൻ്റ് ഇങ്ങനെ ബലം പിടിച്ചാൽ കിടക്കും. അത് പേഷ്യൻ്റെ കുഴപ്പമല്ല, മസ്കുലർ റിജിഡിറ്റിയാണ് അതിൻ്റെ കാരണം. മസ്കുലർ റിജിഡിറ്റി വിച്ച് കോസസ് ദ സ്റ്റിഫ്നെസ് ഓഫ് ദ ബോഡി. അപ്പം നമുക്ക് ആൻസർ ഒന്നും കിട്ടില്ല, റെസ്പോൺസ് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാവും. Guillain-Barré syndrome. Then pharmacological coma. അതായത് ഏതെങ്കിലും എപ്പിലെപ്സിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മെന്റൽ ഡിസീസിനോ തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ച് ഓവർഡോസ് ആയി പോയി കഴിഞ്ഞാൽ ഈ കൊമറ്റോ സ്റ്റേജിലേക്ക് അതിന് ഫാർമക്കോളജിക്കൽ കോമ എന്നാണ് പറയുന്നത്. Then vegetative state. Vegetative state. Awakeful but not responsive. ഒന്നിനും റെസ്പോണ്ട് ചെയ്യില്ല, ഒരു സ്റ്റിമുലേക്കും റെസ്പോണ്ട് ചെയ്യാത്ത ഒരവസ്ഥ. ഐലിഡ്സ് ഓപ്പൺ ആവും, ചലിക്കും. ലിംസ് ആൻഡ് ഹാൻഡ്സ്, ലോവർ ലിംബ് ആൻഡ് അപ്പർ ലിംബ് മേ മൂവ്. അതൊരു മീനിങ് മൂവ് ആയിരിക്കും. ആ ഒരവസ്ഥയ്ക്കാണ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ അക്കൈനറ്റിക് മ്യൂട്ടിസം. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ ഊർജ്ജ സ്ഥലമാണ്, അതില്ലാത്ത ഒരവസ്ഥ അക്കൈനറ്റിക് മ്യൂട്ടിസം. ബോധമുണ്ട്, ഒന്നിനും വേണ്ടുകയില്ല, അവിടെ മ്യൂട്ടാണ് പേഷ്യന്റ്. പേഷ്യന്റ് പാർഷ്യലി ഓർ ഫുള്ളി എവേക്ക് ആയിട്ട് തോന്നും. ചിലപ്പോൾ കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്കും. ഫേസിൽ പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഉണ്ടാകുകയില്ല, പക്ഷെ ഒന്നിനും ആൻസർ കിട്ടുക. ദെൻ വരുന്ന അബൂലിയ, ABULIA. അത് അതിൻ്റെ മിനി പതിപ്പാണ്. നേരത്തെ പറഞ്ഞ അക്കൈനറ്റിക്കിന്റെ ഒരു ചെറിയ പതിപ്പാണ്. അവിടെ പേഷ്യന്റ് ഇതേപോലെ തന്നെ സംസാരിക്കില്ല, പക്ഷെ വളരെ ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ നോക്കും. പിന്നെ മൂവ്മെന്റ് ആണെങ്കിൽ വളരെ സ്ലോ. കൈയൊന്ന് പൊക്കാൻ പറഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് എടുത്ത് പതുക്കെ ഒന്ന് കൈ. ഈ ഒരവസ്ഥയാണ് അബൂലിയ. ദെൻ റിയൽ കോമ, അതിന് ഒരു സ്കെയിലുണ്ട്. ആ സ്കെയില് 1 മുതൽ 5 വരെ മാർക്കുള്ള സ്കെയിലുകളാണ്. അതിന്റെ സമ്മ സബ്സ്റ്റൻസ് മാത്രമേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത് 1 ഐ മൂവ്മെന്റ് നെൽ, മോട്ടോർ റെസ്പോൺസ് നെൽ, വെർബൽ റെസ്പോൺസ് നെൽ. ഇത് 3 നില്ലാണെങ്കിൽ അത് ഡീപ്പ് കോമയാണ്. ഐ മൂവ്മെന്റ്, മോട്ടോർ റെസ്പോൺസ് ആൻഡ് വെർബൽ റെസ്പോൺസ്. അപ്പൊ ഇങ്ങനെ ഒരു കേസ്, ഒരു വേരിയേഷൻ ഉള്ള ഒരു കേസ് നമ്മൾ ഹൗസ് വിസിറ്റിന് പോയോ അതല്ലെങ്കിൽ തൊട്ടടുത്തുന്ന സ്ഥലത്തുനിന്ന് ഡിസ്പെൻസറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയോ എടുത്തുകൊണ്ടുവരികയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ടത്. അതാണ് ഞാൻ എൻക്വയറി എന്ന് ഉദ്ദേശിക്കുന്നത്. 1
അത് കാർഡിയോവാസ്കുലർ ആക്സിഡന്റ് ആണോ അതോ പോയിസണിങ് ആണോ? അത് ആദ്യം നമ്മൾ വേർതിരിച്ചെടുക്കണം. അപ്പോൾ പോയിസണിങ്ങിന്റെ അന്നേരം സ്മെല്ലുണ്ടാകാം, വായിൽ ഫ്രോത്ത് ഉണ്ടാകാം, പിന്നെ ഐസ് പിൻ പോയിന്റഡ് ആയിരിക്കാം. അങ്ങനെയുള്ള സിംറ്റം നമ്മൾ നോക്കി ഒരു പ്രീ ഡയഗ്നോസിലേക്ക് എത്തുക. ഓൺസെറ്റ് ഇതിങ്ങനെ സംഭവിച്ചിട്ട് എത്ര സമയമായി അല്ലെ എത്ര കാലമായി? അപ്പോൾ ഓൺസെറ്റ് ഓവർ അവേഴ്സ് ഓർ ഡേയ്സ്, ഒന്നല്ലെങ്കിൽ ഏതാനും മണിക്കൂർ മുമ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പോ ഇതാണെങ്കിൽ അതൊരു കാർഡിയോവാസ്കുലർ ആക്സിഡന്റ് ആകാം. ആൻഡ് ഓവർ മന്ത്സ് ഓർ ഇയേഴ്സ് ഇങ്ങനെ ഈ വേരിയേഷൻ കാണിക്കുകയാണെങ്കിൽ, അതായത് അബോധാവസ്ഥയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, കോമ കൂടാതെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നാകാം, പ്രത്യേകിച്ച് ഡിമെൻഷ്യ. ഇപ്പൊ കൊണ്ടുവരുന്ന കേസ് മാസങ്ങളോ വർഷങ്ങളോ ആയ ഒരു കേസ് ആണെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് ഡിമെൻഷ്യയിലേക്കാണ്. ദെൻ ഫ്ലക്ച്വേറ്റിംഗ് കോമ, അതായത് ചിലപ്പം ഡീപ്പ് കോമയിലേക്ക് പോകും, ചിലപ്പം എവേക്ക്ഫുൾ ആയിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യും. അതിന്റെ പിന്നിലും ഒരു പാത്തോളജിക്കൽ ഉണ്ട്, സബ്ഡോറൽ ഹെമറേജ് ആകാം. ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു, അതായത് ഫ്ലക്ച്വേറ്റിംഗ് കോമ. അത് മൈൽഡ് ആയിട്ടുള്ള ഈ മെനിഞ്ചൈറ്റിസ് അങ്ങനെ വൈഡ് സ്പ്രെഡ് ആകാതെ ഏതെങ്കിലും ഒരു ഭാഗ്യമായിട്ടുള്ള മെനിഞ്ചൈറ്റിസ് ആണെങ്കിലും ഈ അവസ്ഥ ഉണ്ടാകാം. ഫ്ലക്ച്വേറ്റിംഗ് കോമ കൊമറ്റോസ് സ്റ്റേജ് കാണുന്നുണ്ട്. ദെൻ ഹിസ്റ്ററി ഓഫ് ഹെഡ് ഇഞ്ചുറി, ഹെഡ് ഏക്ക്, വോമിറ്റിംഗ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരു മെനിഞ്ചൈറ്റിസ് ആകാം. അതിൽ നിന്നും ഉത്ഭവിച്ച ഒരു സ്റ്റൂപ്പറോ കോമയോ ആണ് എന്ന് നമുക്ക് ഒരു അസസ്മെന്റിലേക്ക് വരാം. ഒരു ഹിസ്റ്ററി ഓഫ് ട്രോമ എസ്പെഷ്യലി ഓൺ ഹെഡ് ആണെങ്കിൽ സജസ്റ്റീവ് ഓഫ് സബ്ഡോറൽ ഹെമറേജ്. എനി ഹിസ്റ്ററി ഓഫ് എക്സ്പോഷർ ടു ടോക്സിൻ, ഇപ്പൊ കൊണ്ടുവന്ന ആളിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ മറ്റ് ബൈസ്റ്റാൻഡേഴ്സിൽ നിന്നോ നമ്മൾ അന്വേഷിച്ച് എടുക്കേണ്ടതാണ്. ഇയാൾ ഏതെങ്കിലും വിധത്തിൽ ജോലി ചെയ്യുന്ന എവിടെയാണ്, അല്ലെ ഏതെങ്കിലും ടോക്സിൻ ഉള്ളിൽ പോകാനോ, ഇപ്പൊ കീടനാശിനി ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്, കീടനാശിനിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന തൊഴിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ അയാള് ഒരു ടോക്സിൻ ആയിട്ട് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇയാള് നോൺ ഡയബറ്റിക് ആണ്. നോൺ ഡയബറ്റിക് ആണെങ്കിൽ ഒത്തിരി പ്രശ്നം ഉണ്ടാകാം. കാർഡിയോവാസ്കുലർ, അതുപോലെ സെർബറോ വാസ്കുലർ, റീനൽ പ്രോബ്ലംസ്, ഇതൊക്കെ ഉണ്ടാകാം. അപ്പം അതിൽ നിന്നും, അതല്ല ഹെപ്പാറ്റിക് പ്രോബ്ലംസ് ഉണ്ടാകാം. ഇതിൽ നിന്നും കോമയിലേക്കോ മറ്റ് ഏതെങ്കിലും സ്റ്റേജിലേക്കോ പോകാനുള്ള കാരണം. ഡയബറ്റീസ് വലിയൊരു വില്ലനാണ്. ദെൻ ഡ്രഗ്സ് വിഡ്രോവൽ, എപ്പിലെപ്സിക്കോ മറ്റു മാനസിക കാരണങ്ങൾക്കോ തുടർച്ചയായിട്ട് മരുന്നെടുത്ത് പെട്ടെന്ന് നിർത്തുകയോ അല്ലെങ്കിൽ നിർത്തേണ്ട ഒരു അവസ്ഥ വരികയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ വിഡ്രോവൽ സിംറ്റം ഉണ്ടാകാം. അതുപോലെ സൈക്കാട്രിക് ഇൽനെസ്, അത് ഉദ്ദേശിക്കുന്നത് മേജർ സീസറാണ്, എപ്പിലെപ്സിയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഒരാള് ഒരു കൺവൾഷൻ ഉണ്ടായി അബോധാവസ്ഥയിലേക്ക് പോകാം. അപ്പൊ എങ്ങനെ റോഡിൽ വീണതോ അതല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ അല്ലെങ്കിൽ ടീ കടയിൽ ഇരുന്നപ്പോ അവിടെയാണ് ഇത് സംഭവിക്കുക, ആൾക്കാർ എടുത്തോണ്ട് വരും ഡിസ്പെൻസറിലേക്ക്. ആ അടുത്തുള്ള ഡോക്ടറെ ഒന്ന് കാണിക്കാം, എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകാന്ന് പറയുമ്പോൾ കൊണ്ടുവരാം. അപ്പം ഇത് നമ്മള് അത് സീഷർ ഉണ്ടായോ, അങ്ങനെ ഇത് സംഭവിച്ചതാണോ? അപ്പൊ അങ്ങനെയെങ്കിൽ അവിടെ നമുക്കറിയാലോ, ആ പേഷ്യന്റിനെ ക്വയറ്റായിട്ട് ഇടുക, നന്നായിട്ട് എയർ റേഷൻ കിട്ടുന്ന രീതിയിൽ ആ പേഷ്യന്റിനെ കിടത്തുക. കുറേ സമയം കഴിയുമ്പോൾ അയാൾ ബോധാവസ്ഥയിൽ.
ദെൻ ഇപ്പൊ ഇത്രയും നമ്മൾ അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, എൻക്വയറി ആയി. ദെൻ ക്ലിനിക്കൽ ഇവാലുവേഷൻ. നമ്മൾ കേസ് ഏറ്റെടുക്കണോ വേണ്ടയോ, എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിന് കുറെ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് ബ്രീത്ത്. അപ്പം ഒരു ആൽക്കോളിക് പോയിസണിങ് ആണെങ്കിൽ ആ ആൽക്കോളിന്റെ സ്മെൽ വരും. പിന്നെ ഹെപ്പറ്റൈറ്റിസോ മറ്റ് ഹെപ്പാറ്റിക് ഡിസീസോ ആണ് എങ്കിൽ ഒരു ഫീറ്റർ, ശരിക്കും മനുഷ്യ ശരീരം ചീഞ്ഞ പോലുള്ള മണം ആണ് ഹെപ്പാറ്റിക് ഫീറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫീറ്റർ ഹെപ്പാറ്റിക്ക. പിന്നെ മറ്റ് മെറ്റബോളിക് ആണെങ്കിൽ യൂറേമിയ, യൂറിനൽ ഓർഡർ ഉണ്ടെങ്കിൽ അത് യൂറേമിയ എന്നുള്ള നിഗമനത്തിൽ നമുക്ക് എത്താം. അപ്പം ആ ബ്രത്ത്, അതിന്റെ സ്മെല്ല് നമ്മൾ ശരിക്കും പെർസീവ് ചെയ്യേണ്ടതും അത് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യേണ്ടതുമാണ്. എക്സാമിൻ ചെയ്യുക മാത്രമല്ല, അത് വേർതിരിച്ച് അനലൈസ് ഒരു തീരുമാനത്തിലെത്തണം. ദെൻ സോയിൽഡ് ക്ലോത്ത്. അയാള് വഴിയിൽ വീണപ്പോൾ അതല്ലെങ്കിൽ നിന്നപ്പോൾ വീണതോ എങ്ങനെയാണെങ്കിൽ സോയിൽഡ് ക്ലോത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എപ്പിലെപ്റ്റിക് സീസർ കഴിഞ്ഞ് അബോധാവസ്ഥയിലേക്ക് പോയതാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ദെൻ ഫ്രോത്തിങ്, നേരത്തെ പറഞ്ഞു, ഈ പോയ്സണിങ് ആണെങ്കിൽ ഫ്രോത്ത് ഉണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതാണ് പൾമണറി ഇഡിമ. പൾമണറി ഇഡിമയ്ക്കും വായിൽ ഫ്രോത്തിങ് ഉണ്ടായിരിക്കും, പോയ്സണിങ്ങിനും ഉണ്ടാകും. സീസർ കഴിഞ്ഞാൽ, അതായത് എപ്പിലെപ്റ്റിക് കൺവൾഷന്റെ സമയത്തും ഇങ്ങനെ വായിന്ന് നിറയും പതിയും ചാടിക്കൊണ്ടിരിക്കും. അപ്പൊ കൂടുതൽ സാധ്യത അതുണ്ടെങ്കിൽ ആൾക്കാർക്കോ കൊണ്ടുവരുന്നവർക്കോ ഒക്കെ അറിയാൻ പറ്റി ഇയാള് എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരമുള്ള ഒരു പേഷ്യന്റ് ആണ് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കും. അതേപോലെ തന്നെ ഈ മറ്റേ പോയിസണിങ് ആണെങ്കിലും അതിൻ്റെ ഉള്ള ഇപ്പൊ സെൽഫായിട്ടാണെങ്കിൽ ഇഞ്ചക്ഷൻ മാർക്കോ അങ്ങനെ എന്തെങ്കിലും കാണാം. അതല്ലെങ്കിൽ ഇയാളിങ്ങനെ ഡ്രഗ് അടിക്കുന്ന ആളാണ് എന്ന് പറയും. അപ്പം ആർക്കും അറിയാതെ നമുക്ക് വരാവുന്ന ഒരു കണ്ടീഷനാണ് പൾമണറി എഡിമ. അപ്പം പൾമണറി എഡിമ അതിനും ഒത്തിരി കാരണങ്ങളുണ്ട്, ഒത്തിരി പാത്തോളജി ഉണ്ട്, ഒത്തിരി കാരണങ്ങൾ കൊണ്ട് പൾമണറി എഡിമയാണ്. അതായത് ഏറ്റവും മോസ്റ്റ് കോമൺ ഉദ്ദേശിക്കുന്ന കാർഡിയക് ഫെയിലർ. കാർഡിയക് ഫെയിലർ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് പൾമണറി എഡിമ ഉണ്ടാവും. അബോധാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ഫ്രോത്ത് ഉണ്ടാവും. പിന്നെ പാങ്ക്രിയാറ്റിക് ഡിസീസ്, അതായത് പോളിസിസ്റ്റിക് ഡിസീസ് ഓഫ് ദ പാങ്ക്രിയാസ്, അങ്ങനെ റീനൽ ഡിസീസ്, ഹെപ്പാറ്റിക് ഡിസീസ്, ഒസൈറ്റിസ്, ദെൻ പോയ്സണിങ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള റേഡിയേഷൻ, ഓവർലോഡ് ഓഫ് ഫ്ലൂയിഡ്, ഇത്രയും കാരണം കൊണ്ട് പൾമണറി എഡിമ ഉണ്ടാകും. അപ്പം പൾമണറി എഡിമ എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കോസ് അന്വേഷിച്ച് ആ രീതിയിലേ ചികിത്സ പോകാൻ പറ്റുള്ളൂ. പോയെങ്കിലേ അത് കുറച്ച് അതിന്റെ ഫലം കിട്ടും. അതുപോലെ ഇഞ്ചക്ഷൻ മാർക്ക് ഉണ്ടോന്ന് നോക്കണം, പ്രത്യേകിച്ച് എൽബോയിലും. സാധാരണ സൈറ്റ് ഈ ഡ്രഗ് അഡിക്ട്സ് ഒക്കെ തിരഞ്ഞെടുക്കുന്ന മാർക്സും അതിന്റെ സ്പേസ് ഉണ്ട്, ഇഞ്ചക്ഷൻ സൈറ്റ്, ആ സൈറ്റൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടത്. ദെൻ പർപ്പുറ ഉണ്ടെങ്കിൽ അത് ഒരു ബ്ലീഡിങ് ടെൻഡൻസി ഉള്ള ആളാണ് മനസ്സിലല്ല, ബ്ലീഡിങ് ഡയസ്തസിസ് ഉള്ള ഒരാളായിരിക്കും. അതുകൊണ്ടാണ് ഈ പർപ്പുറ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ സംഭവിക്കാവുന്നത് എംബോളിസമാണ്, പൾമണറി എംബോളിസം. അപ്പൊ ആ രീതിയിൽ എംബോളിസം വന്നിട്ടാണ് അയാൾ കൊമാറ്റോ സ്റ്റേജിലേക്ക് പോകുന്നതും ഒരുപക്ഷെ എടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ദെൻ അതർ വൈറ്റൽ സൈൻസ്, അതിലൊന്നാണ് ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ടെമ്പറേച്ചർ ചിലപ്പോൾ ഹൈ ടെമ്പറേച്ചർ ആകാം, സബ് നോർമലും ആകാം. അപ്പോൾ റേസ്ഡ് ആണെങ്കിൽ ഏതെങ്കിലും ഇൻഫെക്ഷൻ ആകാം, എൻകഫലൈറ്റിസോ മെനിഞ്ചൈറ്റിസോ, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കും അതിൻ്റെ മുഖ്യ കാരണം. ഇനി ഹൈപ്പോതെർമി ആണെങ്കിലും അവിടെ പോയിസണിങ് ആകാം, ആൽക്കഹോളിസം ആകാം. പോയിസണിങ് മീൻസ് എസ്പെഷ്യലി ബാർബിട്രേറ്റ്,
ആ ഗ്രൂപ്പിൽപ്പെട്ട കുറേ മരുന്നുകളുണ്ട്. അതായത് ഗാർഡനൽ സോഡിയം എന്നൊക്കെ പറയുന്ന മെഡിസിൻസ്, അതൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അതൊക്കെ വാരി തന്നിട്ട് ഈ സ്റ്റേജിലേക്ക് പോവാം. ദെൻ പൾസ്, ബ്രാഡികാർഡിയ, അതും പോയ്സണിങ്ങിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. ടാക്കിക്കാർഡിയ വിത്ത് സ്വെറ്റ്, ഹൈപ്പോഗ്ലൈസീമിയ, ആദ്യം ചിന്തിക്കേണ്ടത് ഹൈപ്പോഗ്ലൈസീമിയ. ദെൻ ബി പി, ഹൈപ്പർ ടെൻഷൻ, അതല്ലെങ്കിൽ സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് ആകാം, അതല്ല എങ്കിൽ കാർഡിയാക് പ്രോബ്ലംസ് ആകാം. ഹൈപ്പോ ടെൻഷൻ ആണെങ്കിൽ അല്ല ലോ ബി പി ആണെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് മെറ്റബോളിക് ആണ്. അവിടെ ഹൈപ്പോഗ്ലൈസേമിയാണ് ആദ്യം ഇതിൽ വരേണ്ടത്. നമ്മുടെ ഓർമ്മയിൽ ആദ്യം കയറേണ്ടത് ഹൈപ്പോഗ്ലൈസേമിയ. ദെൻ സെപ്റ്റിസേമിയ. ഈ കണ്ടീഷൻസ് എല്ലാം ലോ ബി പി. ദെൻ റെസ്പിറേഷൻ. ഇതെല്ലാം വൈറ്റൽ സയൻസ് ആണ്, നമുക്ക് ഒരു ഡയഗ്നോസിലേക്ക് എത്താവുന്ന സംഗതികളാണ്. ഇപ്പൊ റെസ്പിറേഷൻ പഠിച്ചിട്ടാണ് കീൻ സ്റ്റോക്ക് റെസ്പിറേഷൻ. എടുത്ത് ഇങ്ങനെ വിട്ടുള്ള റെസ്പിറേഷൻ, അതാണ് ആദ്യം ഒന്ന് ഡീപ്പായിട്ട് എടുത്ത് കുറേശ്ശെ ഇങ്ങനെ സ്റ്റേജ് ആയിട്ട് വിടുന്ന ഒരു കണ്ടീഷനാണ് കീൻ സ്റ്റോക്ക് റെസ്പിറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് സെർവറൽ ഡിസ്ഫങ്ഷൻ ആകാം അതിന്റെ കാരണം. ഫസ്റ്റ് ദെൻ മെറ്റബോളിക് കോമയിലും ഉണ്ടാകാം ഇതേ അവസ്ഥ, സ്റ്റീം സ്റ്റോക്ക് റെസ്പിറേഷൻ. പിന്നെ കോണിങ് എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലും ഈ സ്റ്റീം സ്റ്റോക്ക് റെസ്പിറേഷൻ ആണ്. കോണിങ് എന്ന് ഉദ്ദേശിക്കുന്നത് മെഡിലോയുടെ ഒരു ഭാഗം ഫൊറാമൻ മാർഗനത്തിലൂടെ ഹെർണിയേഷൻ ഉണ്ടാകുക. എ പ്രോസസ് ഓഫ് ഹെർണിയേഷൻ ഓഫ് മെഡില ത്രൂ ദി ഫൊറാമൻ മാർഗനം, അതിനാണ് കോണിങ് എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലും ഇതുണ്ടാകാം. അതിന്റെ ഇംപെൻഡിങ് കോണിങ് ആണെങ്കിൽ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൊറാമൻ മാർഗനത്തിന്റെ മേലെ വന്ന് നിൽക്കുകയാണെങ്കിലും ഈ ഒരവസ്ഥ ഉണ്ടാകും. ദെൻ അസിഡോട്ടിക്, അത് മെറ്റബോളിക് ആണ്. അതായത് DKA, അസിഡോട്ടിക് റെസ്പിറേഷൻ എന്നാണ് പറയുന്നത്. ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്. ദെൻ യൂറേമിയ. ഇവിടെ ഡീപ് സൈയിങ് റെസ്പിറേഷൻ, അതാണ് അസിഡോട്ടിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡീപ് സൈയിങ് റെസ്പിറേഷൻ. സൈ എന്ന് പറഞ്ഞാൽ അതാണ് ഹീവ് പോലെ. Then central neurogenic respiration. Deep and rapid respiration. Deep ആയിട്ട് എടുക്കും, അത് റാപ്പിഡ് ആയിരിക്കും. ആ റെസ്പിറേഷൻ ആണ് സെൻട്രൽ ന്യൂറോജനിക് റെസ്പിറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പറയുമ്പോൾ തന്നെ അറിയാലോ, ഇറ്റ്സ് എ ലീഷൻ ഇൻ ദ ബ്രെയിൻ. അതാണ് കാരണം. എസ്പെഷ്യലി പോണ്ടെയിൻ ലീഷൻ. Then ataxia or agonal gasping എന്ന് പറയും. അഗോണൽ ഗ്യാസ്പിംഗ്. പിന്നെ മറ്റൊന്നുള്ളത് അന്ത്യശ്വാസം, ലാസ്റ്റ് ബ്രത്ത്. ഏതാണ്ടും ഒരുപോലെ തന്നെയാണ്. ഇതിന് തമ്മിലുള്ള വ്യത്യാസം, ഈ ലാസ്റ്റ് ബ്രത്ത് പോലെ ആയിരിക്കും ഇറഗുലർ ആയിരിക്കും. അതിന്റെ റേറ്റ്, റിതം ആൻഡ് ഡെപ്ത് ഇത് ഇറഗുലർ ആയിരിക്കും. അതേ സമയത്ത് ഈ നമ്മുടെ അന്ത്യശ്വാസം അല്ലെങ്കിൽ ഗാസ്പിംഗ്, വായുവലി എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ഷാലോ ആയിരിക്കും,
ഗർഗിളിംഗ് സൗണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ റാറ്റ്ലിംഗ് ഇൻ ദ ത്രോട്ട്. അതിന്റെ കാരണം ഒന്നല്ലെങ്കിൽ മൂക്കസ്, അതല്ലെങ്കിൽ സലൈവ തൊണ്ടയിൽ കുടുങ്ങി കിടക്കുന്നത്. ഇത് രണ്ടും എൻഡ് ഇൻ ഡെത്ത്. ദെൻ ഹിക്കപ്പ്, ഉദ്ദേശിക്കുന്ന സസ്റ്റൈൻഡ് ആണ്, നീണ്ടു നിൽക്കുന്ന ഹിക്കപ്പ്. ആൻഡ് യോണിങ്, ഇതും സജസ്റ്റ് ലീഷൻ ഇൻ ദി ലോവർ പോൺ. സസ്റ്റൈൻഡ് ആയിട്ട് ഹിക്കപ്പ് ഉണ്ടാകുക, അതൊക്കെ നിൽക്കാതെ വരും. എനിക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് നക്സൽ കിട്ടിയിട്ടുണ്ട്, പിന്നെ നിക്കോളം മെറ്റൽ അത് കിട്ടിയിട്ടുണ്ട്, കാഷ് പുട്ടം, ഈ 3 മെഡിസിനിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം. രണ്ട് 3 മിനിറ്റ് കുഴപ്പമില്ല, നമുക്ക് തീർക്കാം. ഇത്രയും പറഞ്ഞത് നമ്മൾ അസസ് ചെയ്യണം. ഇവാലുവേഷൻ, നേരത്തെ കുറെ കണ്ടീഷൻസ് ഒബ്സർവ് ചെയ്തതിന് ശേഷം ഇവാലുവേഷൻ സ്റ്റേജിലേക്കാണ് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പം ഓരോന്നോരോന്ന് റെസ്പിറേഷൻ, ഐസ്, ഈ മൂവ്മെന്റ് എല്ലാമാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇനി എസ്പെഷ്യലി ഐസ്, സെൻട്രൽ നെർവസ് സിസ്റ്റം, അതിന്റെ പ്രവർത്തനം നമ്മൾ അസസ് ചെയ്യാനായിട്ട് പ്യൂപ്പിൾസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ പ്യൂപ്പിൾസ് അത് 2 തരത്തിലാകാം, ഒന്ന് ഡയലേറ്റ് ചെയ്തും ഒന്ന് നോർമൽ ആകാം. അപ്പൊ ഇറഗുലർ പ്യൂപ്പിൾ ആണ് എങ്കിൽ അത് കോണിങ്ങിന്റെ, നേരത്തെ പറഞ്ഞ കോണിങ്ങിന്റെ മുന്നോടിയാണ്. എന്ന് പറഞ്ഞാൽ ഹെർണിയേഷൻ ഓഫ് സെർബെല്ലം ത്രൂ ദി ഫൊറാമൻ മാർഗൻ, അതിന്റെ ഒരു മുന്നോടിയാണ്. ഒരു കണ്ണ് ഡയലേറ്റ് ചെയ്തിരിക്കുക, ഒരു കണ്ണ് നോർമൽ ആയിട്ടിരിക്കുക. Then pinpoint pupils. It is suggestive of hemorrhage, cerebral hemorrhage. Then mildly dilated and light fixed. Light fixed means light അടിച്ചാലും no reaction, dilatation അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഉണ്ടാകാത്ത ഒരവസ്ഥയ്ക്കാണ് അത് പറയുന്നത്. സജസ്റ്റീവ് ഓഫ് ബ്രെയിൻ ലീഷൻ. Then eyes fully dilated and fixed. ലൈറ്റ് റെസ്പോണ്ട് ചെയ്യാത്ത ഒരവസ്ഥ. ഇറ്റ് ഈസ് സജസ്റ്റീവ് ഓഫ് ബ്രെയിൻ ഡെത്ത്. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. 2-3 റിട്ടയർഡ് MOs എന്നെ കാണാൻ വന്നിരുന്നു. കാരണം കോഴിക്കോട് ഒരു ഇന്ദിരാക്ഷൻ പിള്ള ഒരു റിട്ടയർഡ് MOസിന്റെ ഒരു ഗ്രൂപ്പ് സംഘടിപ്പിച്ചു, ഒരു ഗ്രൂപ്പുണ്ട്. ഇപ്പൊ എറണാകുളത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ കാഷ്വലായിട്ട് ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നു. അവർ ഇത്രയും കാലമായിട്ട് ഒരു ഡെത്ത് കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല, അതെങ്ങനെയാണെന്ന് അറിയില്ല. ഭാഗ്യപരീക്ഷണമാണ് പലപ്പോഴും ചെയ്തിട്ടുണ്ടെന്ന് പറയും. നമ്മൾ പലരും അത് ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് കണ്ണാണ്. ഇപ്പൊ 2 കണ്ണും ഡയലേറ്റഡ് ആണ്, അത് ഇനാക്റ്റീവ് ടു ലൈറ്റ്. ഞാനത് സാധാരണഗതിയിൽ മറ്റാരും കാണാതെ കണ്ടിട്ടൊരു കുത്തോടെ കൊടുക്കും. ഇത് ഡയലേറ്റ് ചെയ്യുന്നത് ബോധ്യപ്പെട്ടാൽ പോലും ഇനാക്റ്റീവ് ആണെന്ന് പോലും ഒരു തോണ്ടുകൂടെ കൊടുക്കും. അപ്പം ഏതെങ്കിലും അപ്പൊ അവിടെ ഈ നെർവസ് ഡെത്തും സെല്ലാർ ഡെത്തും നമ്മൾ സ്ഥിരീകരിച്ചു കണ്ണിന്റെ കാര്യത്തിൽ. പിന്നെ ശേഷിക്കുന്നത് റെസ്പിറേറ്ററി ഡെത്തും സർക്കുലർ ഡെത്തും. അപ്പൊ അതുകൂടെ സ്ഥിരീകരിച്ചതിന് ശേഷമേ നമ്മൾ ഡിക്ലെയർ ചെയ്യാവുള്ളൂ ഡെത്ത്. പലപ്പോഴും പലരും ഭാഗ്യപരീക്ഷയാണ് നടത്തുന്നത്. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അതല്ലെങ്കിൽ ഡിസ്പെൻസറി വന്നിട്ട് ആരെങ്കിലും അന്വേഷിക്കും, അവിടെ വല്ല മരണം ഉണ്ടായോ എന്നൊക്കെ അന്വേഷിക്കും. ഉണ്ടായി, ആൾക്കാരെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ശ്വാസം വേണം. ആ ഒരു അവസ്ഥ വരണം.
ആദ്യം നമ്മൾ കണ്ടു നോക്കുക, അത് ഫുള്ളി ഡയലേറ്റഡ് ആണ്, ഇനിയാക്റ്റീവ് ആണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ 2 ഡെത്ത്, നെർവ്സ് ഡെത്തും സെല്ലാർ ഡെത്തും കൺഫേം. ഇനി ബാക്കി 2 ഡെത്തോടെ തീരുമാനമായതിനു ശേഷം മാത്രമേ ഡെത്ത് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. സ്പോണ്ടേനിയസ് മൂവ്മെന്റ് ഓഫ് ഐസ്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ഉള്ള ഒരു മൂവ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഗേസി പാൾസി എന്നും പറയാറുണ്ട്. ഗേസി പാൾസി അതായത് കണ്ണ് ഐഡന്റിക്കൽ ആയിരിക്കില്ല. ഒരു കണ്ണ് ഇങ്ങോട്ട് മൂവ് വരുമ്പോൾ ഒന്ന് നേരെ നിൽക്കും, അതായത് ഇത് മൂവ് ചെയ്യുമ്പോൾ മറ്റേ നേരെ നിൽക്കും. അങ്ങനെ ഒരു അവസ്ഥ അതാണ് ഗേസി പാൾസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഓൾസോ ഇൻഡിക്കേറ്റ് ബ്രെയിൻ ലീഷൻ. Then doll eye. Doll eye. പാവയുടെ കണ്ണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന്റെ ടെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോൾസ് ഐ ടെസ്റ്റ് ഉണ്ട്. അത് കൊമാറ്റോ സ്റ്റേജിന്റെ ഒരു ടെസ്റ്റാണ്. അതായത് തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനക്കുക. ഇപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ നോർമൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ തല ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ കണ്ണ് എതിർവശത്തേക്ക്, ഇടത്തേക്ക് തല പോകുമ്പോൾ കണ്ണ് വലതേക്കും. ഈ ഒരു അവസ്ഥയാണെങ്കിൽ നോർമലാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് സ്യൂഡോ കൊമാറ്റോ സ്റ്റേജ് ആണ്. അതേ സമയത്ത് ചലനമില്ല എങ്കിൽ ഇറ്റ് ഈസ് കൊമാറ്റോ സ്റ്റേജ്. ദെൻ കാർഡിയോവാസ്കുലർ സിസ്റ്റം നോക്കണം. അവിടെ അരിത്തീമിയ, പ്രകടമായ റിതം ഇല്ലായ്മ നമുക്ക് സ്പർശിക്കാൻ അല്ലെങ്കിൽ ഓസ്കൾട്ട് ചെയ്യാൻ സാധിച്ചു എങ്കിൽ അത് കാർഡിയക് പ്രോബ്ലം തന്നെ. ഇനി റെസ്പിറേറ്ററി നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെ ഏതെങ്കിലും വിധത്തിൽ എവിഡൻസ് ഉണ്ടോ നോക്കണം. കാരണം 2 രീതിയിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, പൾമണറി എംബോളിസം, പൾമണറി ഇഡിമ, ഇത് രണ്ടിലും അബോധാവസ്ഥയിലേക്ക് പോകാവുന്നതാണ്. പിന്നെ ഒന്നുള്ളത് ആസ്പിറേഷനാണ്. ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ സെമി കോമാറ്റോ സ്റ്റേജിലോ മറ്റേതെങ്കിലും രോഗാവസ്ഥയിലോ കിടന്നിട്ട് ഈ മൂക്കസോ മറ്റു ഫ്ലൂയിഡോ വൊമിറ്റസോ എന്തെങ്കിലും ആസ്പിറേറ്റ് ചെയ്തിട്ട് പോയിട്ട് ന്യൂമോണിയ ഡെവലപ്പ് ചെയ്യാം. ദെൻ GI ട്രാക്ട്, ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്ട്, അവിടെ മെയിൻലി വരുന്ന ലിവർ ഡിസീസാണ്, അതല്ലെങ്കിൽ ലിവർ ക്യാൻസർ. ഇത് രണ്ടിലും അബോധാവസ്ഥയിലും. ഒരു ഹെപ്പാറ്റിക് കോമയാണെങ്കിൽ നമുക്ക് അവിടെ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, കാരണം രക്ഷപ്പെടുന്നില്ല. ഹെപ്പാറ്റിക് കോമ വളരെ വിഷമമുള്ള കേസാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് സൈലന്റ് ഡെത്ത് ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണ്. അവിടുന്ന് വേഗം തടി രക്ഷപ്പെടുത്തുക. ദെൻ സ്ട്രോക്ക്. സ്ട്രോക്ക് ഒക്കെ നമ്മൾ ഇവിടെ നേരത്തെ വിശകലനം ചെയ്തിട്ടുള്ള സംഭവമാണ്. എങ്കിലും ഈ കോമറ്റോ സ്റ്റേജ് പറയുമ്പോൾ ഇത് ഇവിടെ പറയാതെ വയ്യ. മെയിൻലി 2 തരത്തിലുള്ള സ്ട്രോക്ക് ആണ്. അതിന് കാരണങ്ങൾ എറ്റിയോളജി 2-3 എംബോളിസം ആകാം, ഹെമറേജ് ആകാം, ഇൻഫാക്ട് ആകാം, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ 2 തരത്തിൽ നമ്മൾ എടുക്കുന്നത്, ഒന്ന് ഡീകോട്ടേറ്റ് ആൻഡ് ഡീസെർബറേറ്റ്. ആ 2 സ്ട്രോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതില് ഒന്ന് ഡീകോട്ടേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഹാൻഡ് ഫാം അത് ഫ്ലെക്സ്ഡ് ഇൻവേർഡ് ആയിരിക്കും ഫ്ലെക്സ് ചെയ്യുന്നത്. 2 കൈയും ഇൻവേർഡ് ആയിട്ട് ഫ്ലെക്സ് ചെയ്യും. പക്ഷേ പ്ലാന്റാർ സർഫസും ടോസും ഫ്ലെക്സ്ഡ് ആയിരിക്കും. ഇൻവേർഡ് ഫ്ലെക്ഷൻ ഓഫ് ഹാൻഡ്സ് ആൻഡ് പ്ലാന്റാർ ആൻഡ് ടോസ്, പ്ലാന്റാർ സർഫസ് ആൻഡ് ടോസ് ഫ്ലെക്സ്ഡ്. വരാവുന്ന മെഡിസിൻ ജൽസീമിയം. Then decerebrate, നേരെ ഓപ്പോസിറ്റ്, ഹാൻഡ്സ് ഫ്ലെക്സ്ഡ് ഔട്ട്വേർഡ്, കാണാമോ? ഔട്ട്വേർഡ്. ആൻഡ് പ്ലാന്റാർ സർഫസ് ആൻഡ് ടോസ് എക്സ്റ്റെൻഡഡ് ആയി. പ്രോബബിൾ മെഡിസിൻ ഓർ കിങ് റെമഡീസ് അയോസ്യാമസ്.
ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള സ്ട്രോക്കാണ് നമ്മൾ സാധാരണ കാണുന്നത്. അതിന്റെ കോസസ് അറിയാലോ. സ്ട്രോക്കിന്റെ കോസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള, എങ്കിലും പെട്ടെന്ന് പറയാം. ഒന്ന് വാസ്കുലർ കോസ്, നേരത്തെ പറഞ്ഞു, ഇൻഫാർക്ട്, മൾട്ടിപ്പിൾ ഇൻഫാർക്ട്, ദെൻ നിയോപ്ലാസം, ട്രോമ, ദെൻ ടോക്സിക്, ഇൻഫെക്റ്റീവ് HIV, അതല്ലെങ്കിൽ പോസ്റ്റ് എൻകഫലൈറ്റിസ്, ഈ രീതിയിലും കോമ വരുന്നുണ്ട്. ദെൻ ഹൈഡ്രോകഫാലസ്, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഈ ഡിമെൻഷ്യ പ്രത്യക്ഷപ്പെടാവുന്നതാണ്. പിന്നെ ഡിമെൻഷ്യ സംഭവിക്കാവുന്ന മറ്റൊരു പ്രധാന സംഭവമാണ് പ്രിയോൺ ഡിസീസ്. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. കാരണം അൾഷൈമർ നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഡിമെൻഷ്യയും പറഞ്ഞിട്ടുള്ളതാണ്, അതുപോലെ തന്നെ അൾഷൈമർ. ഇവിടെ അൾഷൈമറിന്റെ ഒരു പ്രധാന കാരണമാണ് ഈ പ്രിയോൺ. ഉദ്ദേശിക്കുന്നത് ഒരു പ്രോട്ടീൻ, ഡിഫോംഡ് പ്രോട്ടീൻ വിച്ച് ഇൻഡ്യൂസ് ഡിഫോം ഓഫ് അതർ പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ മോളിക്യൂളിനെ, അല്ലെ ഡിഫോംഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ മറ്റൊരു മോളിക്യൂളിനെ ഡിഫോം ചെയ്യാനായിട്ട്, അല്ലെ ഡിഫോംഡ് അവസ്ഥയിലേക്ക് വരാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥ. ലാസ്റ്റ് സംഭവിക്കുന്നത് എന്താണ്? സെല്ലുലാർ ഡെത്ത്. അപ്പൊ അൾഷൈമറിലും സംഭവിക്കുന്ന ഡെത്താണ്, ഡീജനറേഷൻ അല്ല, ആക്ച്വലി ന്യൂറോൺ ഡെത്ത് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ഡെത്ത് ആയി കഴിഞ്ഞാൽ, എല്ലാ ന്യൂറോൺസും ഡെത്ത് ആയി കഴിയുമ്പോൾ അയാൾ ഈ ലോകമായിട്ടുള്ള അവസ്ഥ വിടുക. പിന്നെ അയാൾക്ക് ഒന്നുമില്ല, വെറും വെജിറ്റബിൾ, ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും അൾഷൈമർ. ഡിമെൻഷ്യ അതല്ല, ഇടയ്ക്കൊക്കെ ബോധമുണ്ടാവും. ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കോഗ്നിറ്റീവ് എബിലിറ്റീസ് എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് അയാളിൽ ശേഷിക്കും. ദാറ്റ് ഇസ് ഡിമെൻഷ്യ. അൾഷൈമർ എന്ന് പറഞ്ഞാൽ സെൽ ഡെത്ത് ആണ്, മറ്റേ ഡീജനറേഷൻ. ഓക്കെ, സമയം 5 മിനിറ്റേ ഉള്ളൂ. തീർച്ചയായും 5 മിനിറ്റ് കൊണ്ട് തീർത്തേക്കും. ഇനി 5 മിനിറ്റ് ഉണ്ടോ? എന്തോ 5 മിനിറ്റ് അല്ല, 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പെട്ടെന്ന്. ഒരു 2 പോയിന്റ് മാത്രം പറഞ്ഞിട്ട്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഡിമെൻഷ്യയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിന്റെ ഈ ഡീനേറ്റീവ് ചേഞ്ചസ് ഈ ഫ്രോണ്ടൽ ഏരിയയിൽ വരികയാണെങ്കിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഇംപേർഡ് ജഡ്ജ്മെന്റ് ആണ്. അത് നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് എബിലിറ്റിയുടെ ഒരു പ്രധാന ഭാഗമാണ് റീസണിങ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ജഡ്ജ്മെന്റ് നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയിൽ ആൾട്രേഷൻ ഉണ്ടാകുന്നു. പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിൽ പല ട്രെയ്റ്റ്സും ഇവിടെ നഷ്ടപ്പെട്ടു പോകും. ദാറ്റ് ഈസ് ഫ്രോണ്ടൽ. ഇനി ടെമ്പോറൽ ആണെങ്കിൽ അവിടെ മെമ്മറിയാണ്, എസ്പെഷ്യലി റീസെന്റ് ഇവന്റ്സ് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ലോങ് ടൈം മെമ്മറിയും ബാധിക്കുന്നു, ഷോർട്ട് ടൈം മെമ്മറി എല്ലാം ബാധിക്കുന്നു. ഏറ്റവും കൂടുതൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഈ വെച്ച് മറന്ന അരണയുടെ ഊരെന്നൊക്കെ പറയുന്നത്, അതായത് അരണ കടിക്കുമെന്നൊക്കെ പറയുന്നത്. അരണ ഓടി വരും, പകുതിക്ക് നിന്ന് പോകും, എന്നിട്ട് ഇടത്തോട്ടോ വലത്തേക്ക് തിരിഞ്ഞു പോകും. അപ്പൊ ആൾക്കാർ പറയുന്നത് അത് മറന്നുപോയിട്ടാണ്, അതല്ലെങ്കിൽ കടിക്കാം, അരണ കടിച്ചാൽ പിന്നെ രക്ഷയില്ലെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള മറവിക്ക് ഏറ്റവും നല്ല മരുന്ന് കാപ്സിക്കം, എന്റെ അനുഭവത്തിൽ കാപ്സിക്കം ഹൈപ്പർടെൻഷൻ. പിന്നെ ലോങ് ടൈം മെമ്മറി ഡെഫിഷ്യൻസിക്കൊക്കെ വേറെ മറ്റു മരുന്നുകളുണ്ട്, അത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. കന്നാബീസ് ഇൻഡിക്ക വരും, അതായത് കന്നാബീസ്, കഞ്ചാവ് 5 തരം കാണിക്കുമെന്നാണ് പറയുന്നത്. മിക്കവാറും ഡിമെൻഷ്യയുടെ എല്ലാ സംഗതികളും കവർ ചെയ്യുന്ന ഒരു മരുന്നാണ് കന്നാബീസ് ഇൻഡിക്ക. ഓറം മറ്റു വരുന്നുണ്ട്, കൊക്കൈനും വരുന്നുണ്ട്, അതായത് ടാക്ടൈൽ ആയിട്ടുള്ള കൊക്കൈൻ ബഗ്ഗൊക്കെ ഈ ചിലർ ഇങ്ങനെ വയസ്സായി കഴിഞ്ഞാൽ പുഴുവിനൊക്കെ പെറുക്കി കളയും, അതല്ലെങ്കിൽ മൂട്ട കടിക്കുന്നു പറഞ്ഞാൽ മൂട്ടേനൊക്കെ എടുത്തു കളയും, തലേന്ന് പുഴുവിനെ എടുത്തു കളയും. അതായത് ടാക്ടൈൽ ഇലൂഷൻസ്, അതിനൊക്കെ കൊക്കൈന വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. പിന്നെ വരുന്നത്
പറൈറ്റൽ ഏരിയ. അവിടെ സെൻസറി സിസ്റ്റത്തിനാണ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ഇമ്പയർഡ് സെൻസറി സിസ്റ്റം, അതായത് എല്ലാ സെൻസും 5 സെൻസും ഇമ്പയർഡ് ആകും. നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറയുന്നതാണ്. പ്രത്യേകിച്ച് പെർസെപ്ഷൻ ഇമ്പയർഡ് ആകുമ്പോൾ ചേട്ടൻ വന്ന് അനിയനെ ഏൽപ്പിക്കാനായിട്ട് അച്ഛന് ഒരു പൊതി കൊടുക്കുന്നു. അച്ഛൻ ഇത് കുറച്ച് പൈസയാണ്, വേറെ ആർക്കും കൊടുക്കണ്ടു, അനിയൻ വന്നാൽ കൊടുത്തേക്കാൻ പോകും. പക്ഷെ ഇങ്ങേര് കേട്ടത് അനിയൻ വന്നാൽ കൊടുക്കരുതെന്ന്. അപ്പൊ അനിയൻ വന്ന് ചോദിക്കുന്നു, ഇച്ചിരി പൈസ ചേട്ടനെ ഏൽപ്പിക്കുന്നു. ചേട്ടൻ പൈസ ഏൽപ്പിച്ചുണ്ട്, പക്ഷെ നിനക്ക് തരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടൻ ഇങ്ങനെ ഇടിയേണ്ട വേറെ കാര്യമൊന്നുമില്ല. ഏതായാലും തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്തുന്നു. എല്ലാവരും ശ്രോതാക്കൾക്കെല്ലാം എൻ്റെ നന്ദി. ഇത് കൂടുതൽ ഈ വിഷയം എല്ലാവരും പഠിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം നമ്മുടെ ഡേ ടു ഡേ പ്രാക്ടീസിൽ വരുന്ന കേസുകളാണ് അത്. പ്രത്യേകിച്ച് ഡിമെൻഷ്യ നമുക്ക് ഒരു പരിധി വരെ കംപ്ലീറ്റ് ഡീജനറേറ്റീവ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നെർവ്സിന് ഡീജനറേഷൻ സംഭവിച്ചാൽ പിന്നെ അത് തടുത്തു നിർത്താം, പ്രൊലോങ് ചെയ്യുക എന്നുള്ളതല്ലാതെ റീജനറേഷൻ അസാധ്യമാണ്. അപ്പൊ നിന്നിപ്പിൽ അതേ അവസ്ഥയിൽ നമുക്ക് ആ രോഗിയെ കൊണ്ടുപോകാനും കുറച്ച് ദീർഘിപ്പിച്ചെടുക്കാനും സാധിക്കും. എല്ലാവരും ഈ പോർഷൻ കൂടുതൽ പഠനയോഗ്യ വിധേയമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ചുരുങ്ങിയ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതാണ് വളരെ കുറച്ച് സമയമുള്ളൂ, വളരെ കുറച്ച് സമയമേ നമുക്കുള്ളൂ. എന്നാലും എന്താണ് വളരെ എന്താണ് ശ്രദ്ധിച്ചിരുന്നവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ചോദിക്കാനുള്ള സമയമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. കുറച്ച് സമയമേ ഉള്ളൂ. ഒന്ന് പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സലീം കുമാർ ഡോക്ടറെ പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യണേ സാറേ. ഒന്നുകൂടി ആ ഡെത്ത് കൺഫർമേഷനിൽ സാറ് പറഞ്ഞു, ഒന്നുകൂടി ഒന്ന് എന്താണ് ഡെത്ത് കൺഫർമേഷന്റെ കാര്യം? ഡെത്ത് ഡിക്ലറേഷൻ. അതൊന്നുകൂടി ഒന്ന് കണ്ണില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചല്ലേ. ഞാൻ കണ്ണിൽ മാത്രം നോക്കാറ്, പക്ഷെ അതൊന്നുകൂടി സാർ ഒന്ന് കൺഫേം ചെയ്ത് ഒന്ന് വിശ്വാക്കി പഠിക്കണം. പറഞ്ഞു രണ്ടും ഡയലേറ്റ് ചെയ്തിരിക്കും. ഫുള്ളി ഡയലേറ്റഡ് ഐസ്, ഇനാക്റ്റീവ്, നോ റെസ്പോൺസ് ടു ലൈറ്റ്. ബ്രൈറ്റ് ലൈറ്റ് ഒരു റെസ്പോൺസ് കിട്ടുക. അങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയാം, കൈ കൊണ്ട് ഒരു തോന്നും, ആരും കാണാതെ ഇങ്ങനെ ഡയലേറ്റ് ചെയ്യുന്ന പോലെ വന്നിട്ട് ഒരു തോന്നുന്നു. സാധാരണ രീതിയിൽ ഐബോൾ നമ്മുടെ വിരലോട് തൊടും. അവിടെ മാത്രല്ല ചെറിയ പ്രഷർ. അവിടെ നമുക്ക് 2 ഡെത്താണ്. ഒന്ന് സെല്ലാർ ഡെത്തും നെർവസ് ഡെത്തും കൺഫേംഡ്. കാരണം ഇതിന്റെ ചുറ്റും ഒത്തിരി പാൽപെബ്രേ സുപ്പീരിയോറിസ് എന്നൊക്കെ പറയുന്ന മസിൽസ് ഇല്ലേ, ആ മസിൽസ് എല്ലാം ഇനാക്റ്റീവ് ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. ബ്രെയിൻ ഡെഡ് അല്ലെങ്കിൽ ഡയലറ്റേഷൻ നടക്കൂലെന്നാണോ? എന്തോ ബ്രെയിൻ ഡെഡ് അല്ലെങ്കിൽ ഡയലറ്റേഷൻ നടക്കൂലെന്നാണോ? ആ ഡെത്ത് ആണെങ്കിൽ അവിടെ സെല്ലുലാർ ഡെത്തും നെർവസ് ഡെത്തും നമ്മൾ കൺഫേം ആക്കി എന്നാണ് പറഞ്ഞത്. അല്ല, നമ്മള് ഹാർട്ട് നോക്കും, പൾസ് പിടിച്ച് നോക്കും, അതാണ് സർക്കുലേറ്ററി സിസ്റ്റം നോക്കണം. സർക്കുലേറ്ററി ഡെത്തും റെസ്പിറേറ്ററി ഡെത്തും കൂടി കൺഫേം ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. കണ്ണില് മാത്രമായിട്ട് നമുക്ക് ഇല്ല, അത് അപ്സൈഡ് ചെയ്യണ്ടേ. ഡീപ് കോമാറ്റോസ് സ്റ്റേജിൽ ഉണ്ടാകും. അവിടെ പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യും, പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ സർവൈവ് ചെയ്യില്ല. എന്തോ ഇത്രയും കാലത്തിനിടെ ഒരുപാട് ഇടത്ത് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലം. ആദ്യമൊക്കെ സാറ് പറഞ്ഞതൊക്കെ ആരെങ്കിലും ഒക്കെ മരണത്തിന് പോണ അന്വേഷിക്കുമായിരുന്നു.
പിന്നെ വലിയ പ്രശ്നമില്ല. നമ്മള് നോക്കും. വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ നോക്കും, പുറത്തു വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ പിന്നെ സാറ് പറഞ്ഞ പോലെ ഈ വേറൊരു പരിപാടിയും ചെയ്തിട്ടുണ്ട് ഇതേപോലെ. ഈ അഭിനയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയ ഒരു കക്ഷി ഫാദറിലോ മരിച്ചപ്പോഴത്തേക്കും വേഷം കെട്ട് കാണിക്കുന്നു. അപ്പോൾ അവർ ബോധമില്ലാത്ത പോലെ കിടക്കുന്നു. ഞാൻ ചെന്നിട്ട് ഞാൻ എൻ്റെ ഒരു മരുന്നുണ്ടായിരുന്നു, ഡൈലൂഷൻ തന്നെ ഉണ്ടായിരുന്നു. ഏതോ എനിക്ക് ഇവരാണെന്ന് തോന്നിയപ്പോൾ ഞാൻ എടുത്തിട്ട് പോയതാ. ചത്ത പോലെ കിടക്കുക, കണ്ണങ്ങട് വന്നിട്ട് ഒരു തുള്ളി നേരെ കണ്ണിലേക്കാട് ഒഴിച്ച്. ചാടി എണീച്ചല്ലേ? ചാടി എണീച്ചോ? ചാടി കണ്ണിറുക്കി ആകെ കളിച്ച് പുള്ളി എന്തുവാണ് ഒരു ദിവസം മരുന്ന് കണ്ണിൽ ഒഴിച്ചുള്ളൂ, അപ്പൊ തന്നെ രോഗി എഴുന്നേറ്റ്. വളരെ ഇത്തിരി ഡിഫിക്കൽട്ട് ആണെങ്കിലും വളരെ ആവശ്യമുള്ള ഒരു വിഷയമായിരുന്നു ഇന്നത്തെ ഇത്. പഠിച്ചെടുത്താൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പൊ യൂട്യൂബ് വഴിയും നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് അഥവാ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വീണ്ടും വീണ്ടും കണ്ട് ഹൃദയസ്ഥമാക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നല്ല ക്ലാസ് ആയിരുന്നു. സാറിന് നല്ല ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി സലീം കുമാർ ഡോക്ടർ തന്നെ ക്ഷണിക്കുക. മാഡം തന്നെ പറഞ്ഞു. എന്താ പറയാ, ജെയിംസ് ഡോക്ടർക്ക് നന്ദി പറയുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിട്ടുണ്ട്. ഏതായാലും മിക്കവാറും അവസാനം ഒരു ഇതില് ബാക്കിയുള്ളവരുണ്ടോ സ്ഥലത്തുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അതാണ് ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സാറ് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ സാറ് പ്രസന്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ടൈറ്റ് ആയിട്ട് തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഗുണം. കുറച്ച് ഡിഫിക്കൽട്ടായ ഒരു വിഷയമാണ് സാറ് കൈകാര്യം ചെയ്തത്. അത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇത്രത്തോളം ഉണ്ടെന്നുള്ളതും നമ്മൾ ക്ലാസ് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ നമുക്ക് യോഗ്യത ഇല്ലാത്തൊരു വിഷയമാണെന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ചേക്കായിരുന്നു. അതായത് അതിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തി തന്നതിനും അതിൻ്റെ നമ്മൾ മനസ്സിലാക്കി തരുന്നതിനും IFHന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും IFHന്റെ പേരിൽ നന്ദി. ഓക്കെ, സലീം കുമാർ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും നമ്മളെ ഒരു ക്ലിനിക്കില് എപ്പോഴെങ്കിലും ഒക്കെ എന്തായാലും ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വന്ന് കാണും. അപ്പൊ ഇനിയും സാറിന്റെ ഒരു ഈ ക്ലാസ് വീണ്ടും വീണ്ടും കേട്ട് ഇതെല്ലാം മനസ്സിലാക്കി എല്ലാവർക്കും ഉപയോഗം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ക്ലാസ് എടുത്ത സാറിന് ഒരിക്കൽ കൂടി നന്ദിയും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും നന്ദി, ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.